കാലവർഷം ആരംഭിച്ചില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ തലസ്ഥാനം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറാത്തത് മാറും എന്നും പറഞ്ഞ് അധികാരത്തിൽ കയറിയ മേയർ വി രാജേഷ് ഇതൊന്നും കാണുന്നില്ലേ? അല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ കാലവർഷം ഔദ്യോഗികമായി കേരളത്തിൽ എത്തിയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അറബിക്കടലിലുണ്ടായ ചക്രവാത ചുഴിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു 45 മിനിറ്റോളം 3/4 മണിക്കൂറോളം അതിശക്തമായ മഴയുണ്ടായത്. ആദ്യത്തെ മഴയാണെന്ന് ആലോചിച്ച് നോക്കണം. അതിനു മുമ്പൊക്കെ ചെറിയ ചെറിയ മഴകളുണ്ടായിരുന്നു. 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴ. ഈ ശക്തമായ മഴ ഉണ്ടായപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് സാധാരണ ഇത്രയും വേഗത്തിൽ തന്നെ, കാരണം കൃത്യമായി വെള്ളം ഒഴുകി പോകാത്തത് കൊണ്ട് പെട്ടെന്ന് വെള്ളം കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ മുട്ടോളമാണ് വെള്ളം കെട്ടിയത്. ഇതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? ഇതെന്തുകൊണ്ടാണ് ഈ ദുരിതത്തിന് ഒരു കാലത്തും അറുതി ഉണ്ടാവാത്തത് എന്നുള്ളതാണ് കാര്യം. കാരണം ആദ്യത്തെ ദിവസത്തെ മഴയുടെ 45 മിനിറ്റ് പെയ്ത മഴയിൽ തന്നെ മുട്ടോളം വെള്ളത്തിൽ ജനങ്ങൾ ആ മാലിന്യത്തിലൂടെ നടന്ന് ഒരു ബസ് കയറി യാത്ര ചെയ്യേണ്ട അവസ്ഥ. ഇതിനാരാണ് ഉത്തരവാദി? ഇത്ര വർഷമായിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റാത്ത എന്താ? നമ്മൾ ഇന്ന് ഒരു ടെലിവിഷൻ ചർച്ചയിൽ മേയർ പങ്കെടുത്ത ഒരു ചർച്ച നടത്തും. മേയർ എത്ര ധാർഷ്ട്യത്തോടെയാണ് പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാനെന്നാ ചോദിക്കുന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ തലസ്ഥാനത്തെ കോർപ്പറേഷനെ ഒരു വലിയ സംഭവമാക്കും, ജനങ്ങൾക്കെല്ലാം മികച്ച ജീവിത രീതി ഇതുവരെ ഉണ്ടായിരുന്നത് അന്നും അല്ല കാണാൻ പോകുന്നത്, മാറാത്തതെല്ലാം മാറാൻ പോവുകയാണ്, ആ മാറ്റത്തിനാണ് നിങ്ങൾ വോട്ട് ചോദിച്ചത്. ആ മാറ്റം എവിടെയെന്ന് ജനം തിരിച്ചു ചോദിക്കില്ലേ? അത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ ഇറിഗേഷനോട് ചോദിക്കൂ, അവരോട് ചോദിക്കൂ. ഈ മഴ ഇപ്പം അധികാരത്തിൽ എടുത്തിട്ട് കുറച്ച് ദിവസമായുള്ളൂ എന്ന് പറയുന്നു. ഇതൊരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോസസ് അല്ലല്ലോ. മുൻ ഭരണസമിതി എല്ലാം ഇതുമാതിരിയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം മേയറായിരുന്ന ആള് തന്നെ കഴിഞ്ഞ തവണയും ഈ കോർപ്പറേഷനിൽ അംഗമായിരുന്നു. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഭരണത്തിൽ വന്നെങ്കിലും ഈ കോർപ്പറേഷൻ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതെന്നല്ല കൃത്യമായ ബോധം വി രാജേഷിനില്ലേ? അതനുസരിച്ച് പണിയെടുക്കണ്ടേ? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഈ മഴവെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസത്തിലെ വലിയ മഴയിൽ ഇത് വരില്ലായിരുന്നു. ഇത് പൂർണ്ണമായും കൃത്യമായും പണി നടന്നിട്ടുണ്ടോ? വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലാണ് ഈ പണി നടക്കേണ്ടത്. പക്ഷെ ഈ പണികളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കാണുന്നത്. ഇതിന് നിങ്ങൾ അവിടെ പോയി ചോദിക്കൂ, നിങ്ങൾ എന്നോട് തർക്കിക്കേണ്ട, നിങ്ങൾ അവിടെ പോയി ചോദിക്കൂ. അങ്ങനെയല്ല, ജനം ചോദിക്കും. കാരണം ജനം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വോട്ടിട്ട് ജയിപ്പിച്ച് നിങ്ങളെ മേയർ കസേരയിൽ ഇരുത്തുകയും നിങ്ങൾ കോർപ്പറേഷന്റെ കൊടിവെച്ച കാറിൽ പറന്നു പോവുകയും ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ജനം അടുത്ത തവണ ഇപ്പം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നു, അടുത്ത തവണ ഇതിലും ദുരിതം വരുമ്പോൾ ജനങ്ങൾ തടഞ്ഞു നിർത്തി ചോദിക്കും. അന്നും ഈ മറുപടി പറയേണ്ടി വരും. അല്ലാതെ ഈ ഭരണത്തിന്റെ സുഖസൗകര്യം മാത്രമല്ല BJPക്കും വി രാജേഷിനും നൽകിയത്. ജനങ്ങൾക്കും കൂടി അതിന്റെ ഗുണം ഉണ്ടാവണം. ആ ഗുണമാണ് വരേണ്ടത്. ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരാണ്. അവര് ഓരോരുത്തരെ ഓരോ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ട്. ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യങ്ങൾ ഒഴുകി പോകുന്നത് അവർ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം അവരൊക്കെ ഒതുങ്ങി നിൽക്കുന്നത്. വലിയ വലിയ രോഗങ്ങളിലേക്ക് ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വന്നടിയുന്ന ഒരു അഴുക്കുചാലായി മാറിയിരിക്കുന്നതാണ് ആമയിഴഞ്ചാൻ തോട്. ഈ ആമയിഴഞ്ചാൻ തോടും ഈ സ്പോട്ടും കൂടെ ചേർന്നാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. അതായത് മുഴുവൻ മാലിന്യങ്ങളാണ്, അല്ലാതെ മഴവെള്ളം മാത്രമല്ല പറഞ്ഞത്, മുഴുവൻ മാലിന്യങ്ങൾ. ആ വെള്ളത്തിന്റെ കളർ കണ്ടാൽ തന്നെ അറിയില്ലേ? ഇപ്പൊ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഈ മഴക്കാലം വരുമ്പോൾ വെള്ളക്കെട്ട് വരും എന്നൊരു ഏതെങ്കിലും രീതിയിലുള്ള അറിയാവുന്ന ഒരാൾ ആ പ്രദേശത്തേക്ക് മഴ പെയ്താൽ പോകില്ല. ഇത് അറിയാതെ വന്ന് ഇറങ്ങുന്നവർക്ക് ബസ് കയറാനാണ് ഈ ബുദ്ധിമുട്ട്. ബസ് കയറാൻ മുട്ടറ്റം വെള്ളത്തിൽ, അതായത് ഈ മാലിന്യ വെള്ളത്തിലൂടെ നടന്ന് ആ ബസ്സിൽ കയറേണ്ടി വരികയാണ്. ഇത് കേരളം പോലെ ഒരു സ്ഥലത്ത്, തലസ്ഥാന ജില്ലയിൽ കോർപ്പറേഷന്റെ ഓഫീസ് ഇരിക്കുന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ദുരിതത്തിന് ഇത്രയും കാലമായി പരിഹാരം കാണാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഈ ഭരിച്ചുകൊണ്ടിരുന്ന CPM-ഉം ഇപ്പൊ ഭരിക്കുന്ന BJP പിന്നെ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമല്ലേ? ഇവരെന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നില്ല? ജൂൺ ജൂലൈ മാസം എത്താറാവുമ്പോൾ തന്നെ കേരളത്തിൽ മഴ വരുമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതിനു മുമ്പ് ഇപ്പൊ 4 മാസത്തോളം ആയല്ലോ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട്. അവർക്കറിയാലോ ജൂണിൽ മഴ പെയ്യുമെന്നും അതിനനുസരിച്ചുള്ള പ്രവർത്തനം ചെയ്യുന്നു. ഇതൊന്നും ചെയ്തില്ലല്ലോ. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇത് ചോദിക്കുന്നവരടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് ജനം നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് മാറാത്തത് മാറ്റം കൊണ്ടുവരാനാണ് നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത്. ആ മാറ്റം എവിടെയെന്ന് ചോദിക്കും. അത് കൃത്യമായ വീഴ്ച തന്നെയാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടെങ്കിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ച് ഏകോപനത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണം ചെയ്തിട്ടില്ല.
ചെയ്തിരുന്നെങ്കിൽ കോർപ്പറേഷന്റെ ഓടകളെല്ലാം വൃത്തിയാക്കി, കോർപ്പറേഷന്റെ ഓടകൾ വൃത്തിയാക്കി എന്ന് പറയുന്നു. കോർപ്പറേഷന്റെ ഓട മാത്രം വൃത്തിയാക്കിയാൽ ഇതാകില്ലല്ലോ. അപ്പൊ ഇറിഗേഷന്റെയും മറ്റു വകുപ്പുകളുടെ എല്ലാം സംയുക്തമായ യോഗം വിളിച്ച് അവരുടെ ആ ഓടകൾ കൂടി വൃത്തിയാക്കിയാലേ വെള്ളം ഒഴുകി പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ വെക്കും. ഇനി വരും ദിവസങ്ങളിൽ മഴയാണെങ്കിൽ ഇതിലും വലിയ ദുരന്തമായിരിക്കും ഈസ്റ്റ് ഫോർട്ടിലും അതേപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. വി രാജേഷ് പറയുന്നത് മാധ്യമങ്ങളോട് പോയി നോക്കുക എല്ലാ ഓടകളിലും എങ്ങനെയാണ് വേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. മാധ്യമങ്ങളാണോ അതൊക്കെ നോക്കാനുള്ളത്? അല്ല, മാധ്യമങ്ങളെ അല്ലല്ലോ അവിടെ പിടിച്ചിരുത്തിക്കുന്നത്. മാധ്യമങ്ങളുടെ ജോലിയാ ചെയ്യുന്നത്. കാരണം കിഴക്കേക്കോട്ടയിൽ ആദ്യത്തെ 45 മിനിറ്റിൽ മഴ പെയ്തു, അവിടെ വെള്ളക്കെട്ടുണ്ടായി, ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദുരിതം അനുഭവിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ ഇല്ലാത്ത വിഷ്വലിലല്ലല്ലോ കാണിക്കുന്നത്. അവിടെയുള്ള വിഷ്വലിലെല്ലാം കാണിക്കുന്നു. അവിടെ ജനം ചോദിക്കുന്നുണ്ട് ഇത് എന്ത് മാറ്റം കൊണ്ടുവന്നു എന്ന്. അപ്പൊ അതിന് മാറ്റം ഉണ്ടാക്കാതെ അതിന്റെ പ്രവർത്തനം അത് ആരുടെ വീഴ്ചയാ? കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറുടെയും കൂടി വീഴ്ചയാണ്. മേയറുടെ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, മേയറുടെ കൂടി വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കാതെ മാധ്യമങ്ങളും മൊത്തം പോയിട്ട് കോർപ്പറേഷന്റെ ഓട വൃത്തിയാക്കി വന്ന് നോക്കാൻ പറയുന്നതിൽ കൂടുതൽ മോശം വർത്തമാനം വേറെ ഒന്നുമില്ല. കാരണം കോർപ്പറേഷന്റെ ഓട മാത്രം വൃത്തിയായാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് മാറില്ല എന്ന് വി രാജേഷിനും അറിയാം, ഇവിടുത്തെ ഒരു കുഞ്ഞുങ്ങൾക്കും അറിയാം. അപ്പൊ അത് നേരത്തെ മുന്നിൽ കണ്ട് കൃത്യമായ ഏകോപനത്തോടെ പ്രവർത്തനം നിങ്ങൾ നടത്തിയിട്ടില്ല. നിങ്ങൾ നടത്താത്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇവിടെ കാണുന്ന ഈ വെള്ളക്കെട്ട്. അതിന് മാധ്യമങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല, സ്വന്തം ജോലി വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടിയിരുന്നത്. ഇതിന്റെ പേരിൽ ഒരുപാട് കഴിഞ്ഞ ഭരണസമിതി എല്ലാം തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇവര്. ഇപ്പൊ ഇവര് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. 4 മാസമായെന്നും 4 മാസമല്ലേ ആയുള്ളൂ, ഞങ്ങൾ അപ്പോ എന്ത് ചെയ്യാനാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, ഒരു ഭരണസമിതി, ഒരു കോർപ്പറേഷന്റെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഇരിക്കുന്ന ഭരണസമിതിയുടെ തുടർച്ചയാണ്. അല്ലാതെ കഴിഞ്ഞ തവണ ഇരുന്നത് കൊണ്ട് മാത്രം ഇപ്പം BJP അധികാരത്തിലേക്ക് ഇപ്പൊ വന്നതേ ഉള്ളൂ, 4 മാസമായിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ഭരണസമിതിയുടെ ചുമതല, ഇതിനു മുമ്പിരുന്ന CPM-കാരൊന്നും ചെയ്തിട്ടില്ല. CPM-കാരൊന്നും ചെയ്യാത്തതുകൊണ്ടാണെന്ന് ഇവരെല്ലാം തോൽപ്പിച്ചിട്ട് നിങ്ങളെ ജയിപ്പിച്ച് ആ കസേര ഇരുത്തിയത്. പിന്നെ ഈ കസേര ഇരിക്കുന്ന വി രാജേഷ് ആയിരുന്നാലും ഇപ്പൊ BJP-യുടെ ഭരണപക്ഷത്തിരിക്കുന്ന അംഗങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കൗൺസിലിന്റെ അംഗങ്ങളായിരുന്നു. അപ്പൊ അവർക്ക് അറിഞ്ഞൂടെ കഴിഞ്ഞ കൗൺസിൽ എന്തൊക്കെയാണ് തീരുമാനിച്ചതെന്നും എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്നും. കാരണം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നഗരസഭയുടെ ഒരു യോഗം വിളിച്ചല്ലേ ഇവർ ചർച്ച ചെയ്യുന്നത്. നഗരസഭ യോഗം വിളിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം കേട്ടതാണല്ലോ. ഇവർ പ്രതിപക്ഷത്തിരുന്നാണെങ്കിലും ഇവരെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളും കൂടി ഉൾപ്പെട്ടതല്ലേ ഇത്. ഇത് ചാല വാർഡാണെങ്കിലും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് നടക്കുന്ന മറ്റു പ്രദേശങ്ങൾ, ആ മേഖല മുഴുവൻ BJP-യുടെ കൗൺസിലർമാരുണ്ട്. അപ്പൊ കൃത്യമായി അവരെല്ലാം ഇതിനു മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങളുടെ ഭരണസമിതി പുതിയതായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ പറ്റി പ്രവർത്തിക്കാൻ വേണ്ട സമയം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം കഴിഞ്ഞ ഭരണസമിതി എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നും അവരെന്തൊക്കെ ചെയ്തില്ല എന്നും ആ ഭരണസമിതി പരാജയമാകാനുള്ള കാരണം എന്താണെന്നും പ്രതിപക്ഷത്തിരുന്ന് വിളിച്ചു പറഞ്ഞിരുന്നവരാണ് ഇവര്. അപ്പൊ അവര് ആ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിലൊരു തിരുത്തൽ വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും ഇപ്പൊ ഒരു വീഴ്ച ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത് വീഴ്ചയാണെന്ന് അംഗീകരിച്ചിട്ട് വരും ദിവസങ്ങളിൽ അതിലെങ്ങനെ പരിഹാരം കാണാം എന്നുള്ളതാണ് വി രാജേഷും സംഘവും കാണേണ്ടത്. കാരണം BJP-ക്ക് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ട് ഭരണം കിട്ടിയതാ. ആദ്യമായിട്ട് ഭരണം കിട്ടിയപ്പോൾ എന്താ പറഞ്ഞാൽ മാറാത്തത് മാറുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറാത്തതല്ലല്ലോ, മൊത്തം നാറുന്ന അവസ്ഥയാണ്. ഈ നാറ്റ വെള്ളത്തിലൂടെയാണ് ജനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 4 മാസമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന് പറയാം. ജൂണിൽ മഴ വരുമെന്ന് നന്നായി അറിയാവുന്നവർ തന്നെയാണ്. അപ്പൊ 4 മാസം കൊണ്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടും, മഴ ശക്തിയാവും. ഇപ്പൊ സംഭവിച്ച വീഴ്ചയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വീഴ്ചയുടെ കാരണം കണ്ടെത്തുക, വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക, മഴവെള്ളം കൃത്യമായി ഒലിച്ചു പോകാൻ ആമയിഴഞ്ചാൻ തോടടക്കം വൃത്തിയാക്കലും നവീകരണവും ചെയ്യുക. ഇന്ന് നമ്മൾ ഏറ്റവും കണ്ട ഒരു കാര്യം എന്താ, ഈ വേസ്റ്റ് വെള്ളത്തിൽ നഗരസഭയുടെ ജീവനക്കാർ വന്ന് കൈകൊണ്ട് വേസ്റ്റ് മാറ്റി വെള്ളം എടുത്ത് കളയുകയാണ്. ഇതിൽ കൂടുതൽ മോശമായ ഒരു കാഴ്ച ഒരു കേരളം പോലൊരു സമൂഹത്തിൽ കാഴ്ച കാണാനുണ്ടോ? ഇതൊന്നും മേയറൊന്നും കാണുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? മഴ പെയ്ത് വെള്ളം കെട്ടുമ്പോൾ മാത്രം ഈ വേസ്റ്റ് മാറ്റാനും ഇതിന് വെള്ളം കുത്തിവിടാനും നടക്കുന്ന ജീവനക്കാരുടെ തരത്തിലാണ് ഇവർ ഏകോപനം ഉണ്ടാക്കി വെച്ചേക്കുന്നതും പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നതും. ഇത് ഇന്നിപ്പോ മാധ്യമങ്ങൾ ചോദിച്ചു, നാളെ ജനം റോഡിൽ തടഞ്ഞു നിർത്തി ചോദിക്കുമെന്ന് ഉറപ്പാണ്.